അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ടു സനീസ് കിച്ചൻ. ഇന്ന് നമുക്കിവിടെ ബീഫും കപ്പയും കൂടെ ഒരു നാടൻ കപ്പ ബിരിയാണി ആയാലോ. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. 2 വെല്ലുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുള്ളിയും പച്ചമുളകും ചതച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യമായത്, കുറച്ച് മാത്രം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ലേശം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ബീഫിലാണ് ഉണ്ടാക്കുന്നത്, ഇത് മട്ടനിലും ഉണ്ടാക്കാം. ഇതെല്ലാം ഭാഗം ഒന്ന് മസാല പിടിക്കുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബീഫ് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലിപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ബീഫിൽ നിന്ന് ഓൾറെഡി വെള്ളം വന്നോളാം, അപ്പോൾ ഞങ്ങൾക്ക് 1/2 കപ്പ് വെള്ളം മതിയാവും. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വിട്ട് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പ നേരാക്കി എടുക്കാം. നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വാര വെച്ച കപ്പ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ലേശം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, വേവാൻ ആവശ്യമായത്. ഇത് 1 വിസിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ കപ്പയൊക്കെ വെന്തിരിക്കണമെന്ന് നോക്കാം. എന്താ, നമ്മുടെ കപ്പയും ബീഫും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ല വെന്ത് ഉടയ്ക്കണവർക്ക് വേണമെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ അവിടെ അങ്ങനെ ഉടയ്ക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കി എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അങ്ങനെ ഒരു പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറുള്ളി അരിഞ്ഞ് വെച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച കപ്പയും ബീഫും ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായ നമ്മുടെ നാടൻ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതേപോലെ ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.